സംസ്ഥാനത്ത് കോവിഡ് കേസുകളിൽ വീണ്ടും വർധനയുണ്ടായിട്ടുണ്ട്. ഇന്നലെ 292 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചിട്ടുള്ളത്. 3 മരണം കോവിഡ് മൂലമാണെന്നും സ്ഥിരീകരിച്ചിട്ടുണ്ട്. വിവരങ്ങൾ ഷിജോ കുര്യൻ നൽകും. ഷിജോ, ഇന്നലെ ആരോഗ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ യോഗമൊക്കെ ചേർന്നിരുന്നു. അപ്പോൾ വീണ്ടും 292 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചിരിക്കുകയാണ്. ആശങ്കപ്പെടുത്തുന്ന കണക്കുകളാണോ പുറത്തുവരുന്നത്? ദിവ്യ, നവംബർ ഡിസംബർ മാസങ്ങളിൽ കോവിഡിന് കാര്യമായ വർധനവുണ്ടാകും അല്ലെങ്കിൽ കോവിഡ് രോഗികൾ കൂടും എന്നൊരു വിലയിരുത്തൽ സംസ്ഥാന ആരോഗ്യ വകുപ്പിന് നേരത്തെ ഉണ്ടായിരുന്നു. അതിന് പ്രകാരമുള്ള പ്രതിരോധ പ്രവർത്തനങ്ങളും മറ്റ് നടപടികളും ഒക്കെ സ്വീകരിച്ചു എന്നുള്ള കാര്യമാണ് ആരോഗ്യമന്ത്രി ആവർത്തിച്ച് പറയുന്നത്. ഇന്നലെ മാത്രം കേരളത്തിൽ 292 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. കാരണം ഈ കഴിഞ്ഞ മെയ് 15 ശേഷമുള്ള ഏറ്റവും ഉയർന്ന കണക്കുകളാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളായിട്ട് റിപ്പോർട്ട് ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസം 200-നടുത്തായിരുന്നു കോവിഡ് രോഗികൾ. ഇന്നതിപ്പോൾ 300-ലേക്ക് അടുക്കുകയാണ്. അങ്ങനെ കോവിഡിൽ കാര്യമായിട്ടുള്ള ഒരു വർധനവ് ഓരോ ദിവസങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നു. കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിൻ്റെ കണക്ക് പ്രകാരമാണ് ഇപ്പോൾ ഈ വിവരങ്ങൾ പുറത്തു വരുന്നത്. സംസ്ഥാന ആരോഗ്യ വകുപ്പ് കേരളത്തിലെ കോവിഡ് കണക്കുകളുടെ കൃത്യമായിട്ടുള്ള ഡേറ്റ ഇതുവരെ പുറത്തു വിട്ടിട്ടില്ല. ഇന്നലെ ആരോഗ്യമന്ത്രി വീണ ജോർജിൻ്റെ നേതൃത്വത്തിൽ ഒരു ഉന്നതതല യോഗം ചേർന്നിരുന്നു. ഈ ഉന്നതതല യോഗത്തിൽ സംസ്ഥാനത്ത് കോവിഡുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്ന് തന്നെയാണ് ആരോഗ്യമന്ത്രി പറഞ്ഞത്. പ്രത്യേകിച്ച് നിയന്ത്രണങ്ങളിലേക്കൊന്നും പോകേണ്ടതില്ല എന്ന് മന്ത്രി പറഞ്ഞിരുന്നു. എറണാകുളം, തിരുവനന്തപുരം ജില്ലകളിൽ പ്രത്യേക ജാഗ്രത വേണം എന്നുള്ള കാര്യം മാത്രമാണ് ആരോഗ്യമന്ത്രി ആ യോഗത്തിലൂടെ പറയുന്നത്. പക്ഷേ ഇപ്പോൾ ഈ കേരളത്തിൽ മൊത്തത്തിൽ ഏതാണ്ട് 2041 പേർക്ക് ഇതിനോടകം കോവിഡ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. അതായത് 2041 കേരളത്തിലെ നിലവിലത്തെ ആക്റ്റീവ് കേസുകളുടെ എണ്ണം. ഈ ആക്റ്റീവ് കേസുകൾ, ഈ 2041 ആക്റ്റീവ് കേസുകൾ എന്ന് പറയുമ്പോൾ ഇത് കേരളത്തിൽ എവിടെയൊക്കെയാണ് എന്നുള്ള കൃത്യമായിട്ടുള്ള കണക്ക് സംസ്ഥാന ആരോഗ്യ വകുപ്പാണ് നൽകേണ്ടത്. പക്ഷേ ആരോഗ്യവകുപ്പ് ആ കണക്കുകൾ ഇതിനോടകം പുറത്തു വിട്ടിട്ടില്ല. പക്ഷേ എറണാകുളത്തും തിരുവനന്തപുരത്തും പ്രത്യേക ജാഗ്രത വേണം എന്നുള്ള കാര്യം മാത്രമാണ് പറയുന്നത്. പ്രത്യേകിച്ച് ഏതെങ്കിലും ഒരു സ്ഥലത്തേക്ക് കേസുകൾ കൂടുതലാണ്, അവിടെ നിയന്ത്രണത്തിലേക്ക് പോകാം എന്നുള്ള കാര്യമൊന്നും നിലവിൽ ആരോഗ്യവകുപ്പ് പറയുന്നില്ല. പക്ഷേ കേസുകളുടെ എണ്ണം ഇങ്ങനെ കൂടി വന്നാൽ ഒരുപക്ഷേ ഈ ചില സ്ഥലങ്ങളിലേക്കൊക്കെ നിയന്ത്രണങ്ങളിലേക്ക് പോകേണ്ട ഒരു സാഹചര്യം വന്നേക്കും. എന്തായാലും ക്രിസ്മസും പുതുവത്സരവും ഒക്കെ വരാനിരിക്കുകയാണ്. അപ്പോൾ കൂടുതലായിട്ട് ആളുകൾ പുറത്തേക്ക് ഇറങ്ങും. ആശുപത്രിയിലൊക്കെ വരുന്ന ആളുകൾ നിർബന്ധമായിട്ടും മാസ്ക് വെക്കണം എന്നുള്ളൊരു കാര്യം ഇപ്പോൾ ആശുപത്രി ജീവനക്കാർ പോലും ആവശ്യപ്പെടുന്നുണ്ട്. ഇന്നലത്തെ ഉന്നതതല യോഗത്തിൽ മന്ത്രി പറഞ്ഞ കാര്യവും അതാണ്. ഈ സമീപ ദിവസങ്ങളിലായിട്ട് ഏതാണ്ട് 37 ആരോഗ്യ പ്രവർത്തകർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. ആ ഒരു പശ്ചാത്തലത്തിൽ ആശുപത്രിയിൽ വരുന്ന രോഗികളും ആശുപത്രി ജീവനക്കാരും എല്ലാവരും മാസ്ക് വെക്കുന്നത് ഉചിതമായിരിക്കും എന്നുള്ള കാര്യമാണ് ആരോഗ്യമന്ത്രി ഇന്നലെ പറഞ്ഞത്. അതുകൊണ്ട് ഇപ്പോൾ എല്ലാ ആശുപത്രികളിലും ആശുപത്രി ജീവനക്കാരും മറ്റ് സുരക്ഷാ ഉദ്യോഗസ്ഥരും രോഗികളുമെല്ലാം മാസ്ക് വെക്കണം എന്നുള്ള കാര്യം ആശുപത്രി ജീവനക്കാർ തന്നെ എല്ലാവരെയും ഓർമ്മപ്പെടുത്തുന്നുണ്ട്. എന്നാലും രാജ്യത്ത് 2311 ആക്റ്റീവ് കേസുകളെങ്കിൽ അതിൽ 90% അല്ലെങ്കിൽ 90-ലധികം ശതമാനവും കേരളത്തിലാണ് എന്നുള്ളതാണ് അല്പമെങ്കിലും ആശങ്കയുണ്ടാക്കുന്നത്. എന്തായാലും കോവിഡ് വ്യാപനം ഉണ്ടായപ്പോൾ കേരളത്തിലെ കണക്കുകൾ, ഓരോ ദിവസത്തെയും കണക്കുകൾ ജില്ല തിരിച്ചൊക്കെ പുറത്തുവിട്ടിരുന്നു. ഇപ്പോൾ ആ രീതിയിലുള്ള നടപടികളിലേക്കൊക്കെ ആരോഗ്യവകുപ്പ് കടക്കുമോ? ഷിജോ പറഞ്ഞതുപോലെ ക്രിസ്മസ് വരുന്നു, ന്യൂ ഇയർ വരുന്നു. അപ്പോൾ അതൊക്കെ കഴിയുമ്പോൾ വീണ്ടും ഒരു വലിയ കണക്കുകൾ വീണ്ടും ഉയരാനൊക്കെയുള്ള സാധ്യതയുണ്ടല്ലോ. അപ്പോൾ അതൊക്കെ മുൻകൂട്ടി കണ്ട് എന്തൊക്കെ മുൻകരുതലുകളാണ് സ്വീകരിക്കുന്നത്? ദിവ്യ, ഈ കണക്കുകളുടെ കാര്യത്തിലാണ് ഇപ്പോഴും ഒരു അവ്യക്തത നിലനിൽക്കുന്നത്. അതായത് കഴിഞ്ഞ തവണ നേരത്തെയൊക്കെ ഈ കോവിഡുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൃത്യമായിട്ടുള്ള ഡേറ്റ സംസ്ഥാന ആരോഗ്യ വകുപ്പ് പുറത്തുവിട്ടിരുന്നു. കേരളത്തിലെ 14 ജില്ലകളിലും ഇന്ന സ്ഥലങ്ങളിൽ ഇന്നെത്ര കോവിഡ് രോഗികൾ എന്ന രീതിയിൽ കൃത്യമായിട്ടുള്ള ഡേറ്റ സംസ്ഥാന ആരോഗ്യ വകുപ്പ് പുറത്തുവിട്ടിരുന്നു. പക്ഷേ എന്നാൽ ഇപ്പോൾ ഈ കോവിഡുമായി ബന്ധപ്പെട്ടുകൊണ്ട് സംസ്ഥാനത്തിൻ്റെ കണക്ക് എത്രയാണ് എന്നുള്ളത് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയമാണ് പുറത്തുവിടുന്നത്. ഓരോ സംസ്ഥാനങ്ങളുടെയും കൃത്യമായിട്ടുള്ള കണക്ക് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം പുറത്തുവിടുന്നു. പക്ഷേ കേരള ആരോഗ്യ വകുപ്പ്, സംസ്ഥാന ആരോഗ്യ വകുപ്പ് ഇത് സംബന്ധിച്ചുള്ള കൃത്യമായ ഡേറ്റ പുറത്തുവിടുന്നില്ല. അതൊരു പക്ഷേ വരും ദിവസങ്ങളിൽ കേസുകളുടെ എണ്ണം കൂടുകയും ഇതിനോടനുബന്ധിച്ച് കേന്ദ്രം ഇത്തരത്തിൽ പുതിയ നിർദ്ദേശങ്ങൾ വെക്കുകയും ചെയ്യുന്ന ഒരു പശ്ചാത്തലത്തിൽ ഒരുപക്ഷേ വരും ദിവസങ്ങളിൽ കേരളം കണക്ക് പുറത്തുവിടാൻ സാധ്യതയുണ്ട്. ഡേറ്റ കൃത്യമായിട്ട് അറിയിക്കാനുള്ളൊരു സാധ്യത ആരോഗ്യവകുപ്പ് കാണുന്നുണ്ട്. എന്തായാലും കേരളത്തിൽ എവിടെയൊക്കെയാണ് രോഗികൾ കൂടുന്നതെന്നുള്ള വിവരം പൊതുജനങ്ങൾക്ക് അത് ആരോഗ്യവകുപ്പ് അറിയിക്കണമെന്നുള്ള ആവശ്യവും ഇതിനോടകം ഉയർന്നു വരുന്നുണ്ട്. ഇതിനകത്ത് പ്രതിപക്ഷം പോലും കോവിഡുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ ആരോപണങ്ങൾ സർക്കാരിനെതിരെ ഉന്നയിക്കുന്നുണ്ട്. ആ ഒരു പശ്ചാത്തലത്തിൽ കൃത്യമായ ഡേറ്റ പുറത്തുവിട്ടുകൊണ്ട് ആരോഗ്യവകുപ്പ് പ്രതിരോധ പ്രവർത്തനങ്ങൾ വരും ദിവസങ്ങളിൽ സ്വീകരിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇപ്പോൾ ഈ സ്പ്രെഡ് ആകുന്നത് ഒമിക്രോൺ ഉപവകഭേദമാണെന്നാണോ ആരോഗ്യവകുപ്പ് പറയുന്നത്?
ദിവ്യ, ഒമിക്രോൺ JN.1 ആകെ കേരളത്തിൽ സ്ഥിരീകരിച്ചത് ഒരാൾക്കാണ്. തിരുവനന്തപുരം സ്വദേശിയായിട്ടുള്ള ഒരു 79 വയസ്സുകാരനാണ് ഈ രോഗം സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഒമിക്രോൺ JN.1 വകഭേദം കൂടുതൽ ആളുകളിലേക്ക് പകർന്നിട്ടില്ല, അല്ലെങ്കിൽ പടരുന്ന ഒന്നല്ല എന്നുള്ള ഒരു വിലയിരുത്തലാണ് നിലവിൽ ആരോഗ്യവകുപ്പുള്ളത്. പക്ഷേ ഈ 292 പേര് എന്ന് പറയുമ്പോൾ അവർ കോവിഡ് ടെസ്റ്റ് ചെയ്തതിന് ശേഷം കോവിഡ് പോസിറ്റീവ് ആകുന്നു, അതായത് ഇതിൻ്റെ മറ്റ് ജനിതക ശ്രേണി പരിശോധനകൾ നടത്താതെ കോവിഡ് ആണെന്ന് മാത്രം സ്ഥിരീകരിക്കുന്ന ആളുകളാണ്. അത് സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള, അതായത് ഇപ്പോൾ ഈ സ്ഥിരീകരിച്ച 292 ആളുകളിൽ ആർക്കെങ്കിലും ഈ കോവിഡുമായി ബന്ധപ്പെട്ടുകൊണ്ട് പുതിയ വകഭേദം സ്ഥിരീകരിച്ചിട്ടുണ്ടോ എങ്കിൽ, അല്ലെങ്കിൽ അങ്ങനെ സ്ഥിരീകരിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ അത് കണ്ടെത്തേണ്ടത് ജനിതക ശ്രേണി പരിശോധനയിലൂടെയാണ്. ആ പരിശോധന നടത്തണമെങ്കിൽ കേരളം കൃത്യമായിട്ടുള്ള കണക്കുകൾ പുറത്തുവിടേണ്ടതായുണ്ട്. പക്ഷേ നിലവിൽ കേരളത്തിൽ ഒമിക്രോൺ JN.1 സ്ഥിരീകരിച്ചിരിക്കുന്നത് ഒരാൾക്കായിരുന്നു. അത് നെഗറ്റീവ് ആയിട്ടുണ്ടെന്ന് കൂടി ആരോഗ്യമന്ത്രി പറയുകയാണ്. എന്തായാലും പ്രതിരോധ പ്രവർത്തനങ്ങളും പരിശോധനയും കേരളത്തിൽ ഊർജിതമായിട്ട് നടക്കുന്നുണ്ട്. ഷിജോ തുടരുക.